കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സില് ഓക്കെ നമ്മൾ ബിസിനസ് ഒക്കെയാണ് പറഞ്ഞത് അല്ലെ. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതിൽ കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? എടുത്ത ടോപ്പിക്കെല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. ഞാൻ ഇന്ന് സ്ക്രീന് പ്രസന്റ് ചെയ്യാം. സ്ക്രീന് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. In today's session, we can see what are the different types of business enterprises. That is very important one. Already നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതേ ടോപ്പിക് സ്കിപ്പ് ചെയ്ത് പോവുക ചെയ്തത്. അടുത്ത മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ടോപ്പിക്കാണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് സാധാരണ എസ്ഐക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള സാധാരണയായിട്ട് എസ് എ ക്വസ്റ്റ്യൻ 20 മാർക്കിനാണ്. എത്ര മാർക്കാണ് മാക്സിമം വരുന്നത്? 20 ആണോ എസ്ഐക്ക് വരുന്നത്? എക്സാമിന് ഓക്കെ, എനിവേ എത്ര മാർക്കായാലും എസ് എക്ക് സ്കോപ്പ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ക്യാൻ യു സേ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ? എനിവൺ? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ? What are the names of such business organization? In last class, we already discussed about there are various type of business we can see. എന്തൊക്കെയാണ് ആ ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻ? For example, there are certain type of business carried by a single individual, 2 or more person carried some type of business. Then type company form of organization we can see. Then what are the types of business organization? What are the main names of such type of business organization? ആദിത്യന് പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് ബിസിനസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വരുന്നത്? എന്തൊക്കെയാണ്? Sole proprietorship. Yes, sole proprietorship. Partnership form of organization. Okay. Company form of cooperative society. Okay, company form of organization, cooperative society അല്ലെ. ഒത്തിരി ഓർഗനൈസേഷൻസ് ഉണ്ട്. കമ്പനിയിൽ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്, ഗവൺമെന്റ് കമ്പനി ഉണ്ട്. There are many types of company form of organization. In this module, we can study in detail what are the various type of business organization and its features, advantages, etc. Okay, ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ വരുന്നത്. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പൊ ടൈപ്സ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ പ്രസന്റ് ചെയ്യുന്ന സ്ക്രീന് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇല്ലേ? നിങ്ങളെ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ് ഇത്. അത് ഡൗൺലോഡ് ചെയ്ത് അതേ സെയിം സ്റ്റഡി മെറ്റീരിയൽ ആണ്. സ്ക്രീന് വിസിബിൾ അല്ലേ? പറയൂ. ഓക്കെ, എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഉടനെ തന്നെ നിങ്ങൾ പറയാ. ഇവിടെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ അതിൽ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. സോൾ ട്രേഡർ മീൻസ് സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ്. What are the main features of sole trader organization? What are the merits and limitation? What are the merits and drawback?
Likewise, we have to study partnership form of organization and the company form of organization, cooperative society, etc. in detail. അപ്പൊ ഈ ഒരു സെഷനില് നമുക്ക് ആദ്യം ഫസ്റ്റ് തന്നെ ഇത് നോക്കാം, എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരിക്കും? ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തന്നെ പല രീതിയിലുള്ള ബിസിനസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ ഒറ്റക്കായിരിക്കും ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് ആ ഒരു ബിസിനസ്സിന് പറയുന്ന ഒരു പേരാണ് സോൾ ട്രേഡർ ടൈപ്പ് ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഒറ്റൊരാൾ അല്ലെ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് അല്ലെ സിംഗിൾ ഓണർഷിപ്പ് ബിസിനസ്, അങ്ങനെ ഒത്തിരി പേരിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ തന്നെ വരുന്നത് സോൾ ട്രേഡർഷിപ്പ് ആണ്. ഒരു ഒറ്റൊരാളായതുകൊണ്ട് തന്നെ സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ക്യാൻ സ്റ്റാർട്ട് വെരി ഈസിലി. ദർ ഈസ് നോ മച്ച് മോർ ഫോർമാലിറ്റീസ് ബിഹൈൻഡ് carrying this type of business organization. A single individual can start his business very easily. So much more legal formality. ഒത്തിരി ലീഗൽ ആയിട്ടുള്ള ഒത്തിരി ഒബ്ലിഗേഷനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒറ്റൊരു ഇൻഡിവിജ്വൽ എന്താണ്, അയാൾ സ്വന്തമായിട്ട് വേറെ ആരും ഹെൽപ്പ് ഇല്ലാതെ അയാൾ തന്നെയായിരിക്കും ബിസിനസ്സിലുള്ള എന്താ പറയാ ഓണർഷിപ്പും കൺട്രോളും എല്ലാം ഒരു ഇൻഡിവിജ്വലിന്റെ അടുത്ത് കൺട്രോളിൽ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ എളുപ്പത്തിൽ തുടങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോം ഓഫ് ബിസിനസ് ആണ് എന്ത്? സോൾ ട്രേഡർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, അതേപോലെ തന്നെ ഒത്തിരി ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ ആ ഒരു ഡിസഡ്വാൻറ്റേജസ് നമ്മൾ എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്. വാട്ട് ആർ ദി വേരിയസ് ഡ്രോബാക്ക് ഫേസ്ഡ് ബൈ ദീസ് ടൈപ്പ് ഓഫ് സോൾ ട്രേഡേഴ്സ്. ഓക്കെ, സോൾ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് നടത്തുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് സോൾ ട്രേഡർ. സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ബിസിനസ്സില് പ്ലീസ് മ്യൂട്ട്. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്ത് ആൻസർ പറയാ, അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ക്ലാസ് കേൾക്കുന്നതിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ ഒത്തിരി ഡ്രോബാക്ക് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പാർട്ട്ണർഷിപ്പ്, അതിൽ കുറെ ഡ്രോബാക്ക് ഒക്കെ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ആ ഡ്രോബാക്ക് റിമൂവ് ചെയ്ത് അതൊക്കെ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഏതൊരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് പാർട്ട്ണർഷിപ്പ്. അതായത് സോൾ ട്രേഡർഷിപ്പിൽ എന്തൊക്കെ ഡ്രോബാക്ക് ഉണ്ടോ അതിൽ മെജോറിറ്റി ടൈപ്പ് ഓഫ് ഡ്രോബാക്ക് ഉണ്ട്, ആ ലിമിറ്റേഷൻ ഒക്കെ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ അത് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ നമുക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കാണാം. അതിനും ഒത്തിരി ഡ്രോബാക്ക് വരുന്നുണ്ട്. ഓക്കെ, ഒത്തിരി ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ആ അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജ് നമുക്ക് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ വഴി എന്താണ് റിമൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതാണ് സുലൈഖ പ്ലീസ് മ്യൂട്ട്. സുലൈഖ വീഡിയോ ഓൺ ആക്കിയിട്ട്, ഓക്കെ വീഡിയോ ഓൺ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഫസ്റ്റത്തേത് വരുന്നത്. അപ്പൊ സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. സോൾ ട്രേഡർ ഓർഗനൈസേഷൻ means business carried by a single individual. If a business is started by one man or single person, that is known as, or such type of business is known as sole trader organization. Sole trader എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ഇൻഡിവിജ്വൽ, ഒരാള് അവിടെ ബിസിനസ് നടത്തുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. നമുക്കിപ്പോ ഒരാള്, ഇപ്പൊ ഞാനിപ്പോ ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിന്റെ ഓണർഷിപ്പും കൺട്രോളും എല്ലാം എന്റെ കസ്റ്റഡിയിലാണ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ മാത്രം നടത്തുന്ന, ഒരു ഇൻഡിവിജ്വൽ ഓണറായിട്ട് അയാൾ ഒറ്റക്ക് നടത്തുന്ന ബിസിനസ്സിന് പറയുന്ന പേരാണ് സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? If a business is carried by one man, means a single person, what are the advantages available to such type of business organization? പറയാൻ വേണ്ടി പറ്റുമോ? എന്തൊക്കെയാണ് അങ്ങനെയുള്ള ബിസിനസ്? ഇപ്പൊ നിങ്ങൾ ഒറ്റക്കൊരു ബിസിനസ് ആലോചിച്ച് നോക്കുക. അപ്പൊ ഒറ്റക്കൊരു ബിസിനസ് നടത്തുന്നത് കൊണ്ട് കുറെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ അവെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അങ്ങനെയുള്ള അഡ്വാൻറ്റേജ്? എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? ഒറ്റക്ക് ഒരാള് മാത്രം എടുത്താൽ മതിയോ? യെസ്, എന്താണ്? if the business earn more profit, it need not be distributed to some others. അല്ലെ, മറ്റുള്ളവർക്ക് ഇപ്പൊ ലാഭമാണെങ്കിൽ അത് കമ്പനിക്ക് ഇൻഡിവിജ്വലിന് അഡ്വാൻറ്റേജ്, കമ്പനി എന്ന് പറയാൻ പറ്റില്ല, ബിസിനസിന് അഡ്വാൻറ്റേജ് ആണ്. ആ ലാഭത്തിന്റെ മുഴുവൻ എമൗണ്ടും ആ ഒരു ഇൻഡിവിജ്വലിന് മാത്രം അവകാശപ്പെട്ടതാ, അല്ലെ, അത് വേറെ ആർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. then any other advantage? എന്തെങ്കിലും വേറെ അഡ്വാൻറ്റേജ് ഉണ്ടോ ഇങ്ങനെ ഒറ്റക്ക് ഒരാള് ബിസിനസ് നടത്തുമ്പോൾ അഡ്വാൻറ്റേജ്?
ഫോർമേഷൻ ഈസി ഫോർമേഷൻ അല്ലെ? യെസ്, ഈസി ഫോർമേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫോർമാലിറ്റി എന്നുള്ളത്? ശരിക്കും കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ലീഗൽ ഫോർമാലിറ്റീസ് കൂടുതലായിട്ട് വരുന്നത്. പാർട്ട്ണർഷിപ്പ് ഫോം ആയാലും സോൾ ട്രേഡർഷിപ്പ് ആയാലും it does not involve much more legal formality. Very easily one person can start his own business, that is sole trader organization. അപ്പൊ അഡ്വാൻറ്റേജ് ബിസിനസ് തുടങ്ങുന്ന അഡ്വാൻറ്റേജ് ഉണ്ട്. ഒത്തിരി ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ വരുന്നില്ല. വളരെ എളുപ്പത്തിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത്, അതാണ് സോൾ ട്രേഡർ എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മുടെ അടുത്ത് ആവശ്യമുള്ള ഫണ്ടും അതിനാവശ്യമായിട്ടുള്ള എന്താ പറയാ റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എപ്പോ വേണമെങ്കിലും ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അധികം ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞത്, ഈസിലി ഇറ്റ് ക്യാൻ വെരി ഈസിലി സ്റ്റാർട്ട്. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ആ അഡ്വാൻറ്റേജസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാലോ. അപ്പൊ സോൾ ട്രേഡർ എന്താന്ന് മനസ്സിലായില്ലേ? വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ടോപ്പിക് ആണ് സോൾ ട്രേഡർ. അപ്പൊ സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് നോക്കാം. വൺ മാൻ ഓണർഷിപ്പ്. എനിക്ക് തോന്നുന്നു ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഓഫ് സോൾ ട്രേഡർഷിപ്പ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് എ വൺ മാൻ ഓണർഷിപ്പ്. ഒറ്റൊരാളായിരിക്കും ഓണറായിട്ട് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് സോൾ ട്രേഡർ ബിസിനസ് വൺ മാൻ ഓണർഷിപ്പ്. ഒരാള് ഒറ്റൊരു ഇൻഡിവിജ്വൽ ആയിരിക്കും അതിന്റെ ഓണർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓണർഷിപ്പ് ഈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ. ആ ഒരു സിംഗിൾ പേഴ്സന്റെ അടുത്താണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അടുത്തത് പറയുന്നു നോ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. No separation of ownership and management. Why this is known as in sole trader type of business organization? There is no separation of ownership and management. Sometimes owners and managers both are same. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒറ്റയ്ക്ക് ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിനുള്ള ഫണ്ടൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മൾക്കൊരു മാനേജ്മെന്റിനെയോ അല്ലെ ഒരു മാനേജറെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. അറ്റ് ദി സെയിം ടൈം ഓണർ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ആക്ട് ആസ് ദി മാനേജർ ഓഫ് ദി ബിസിനസ്. ചിലപ്പോൾ ഓണറും മാനേജറും എല്ലാം ഒരാൾ തന്നെയായിരിക്കും. ആരോ സ്വാതി മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഓണർഷിപ്പും മാനേജ്മെന്റും തമ്മിൽ സെപ്പറേഷൻ നമുക്കിപ്പം കമ്പനിയിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓണേഴ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം മാനേജർ അല്ലെ? ഓണർ എന്ന് പറയുന്നത് കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടിയിട്ട് ബോർഡ് മീറ്റിംഗിൽ കുറച്ച് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നു കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരാണ് ആ മാനേജ്മെന്റ് ടീമിൽ വരുന്നത്. അപ്പൊ ഓണേഴ്സും മാനേജേഴ്സും തമ്മിൽ രണ്ട് എന്താ പറയാ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ തന്നെയായിരിക്കും കമ്പനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ. പക്ഷെങ്കിൽ സോൾ ട്രേഡർഷിപ്പില് അങ്ങനെ ഒരു സെപ്പറേഷൻ, ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് ഒരു ഡിഫറൻസ് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഓണേഴ്സും മാനേജേഴ്സും സെയിം ആയിരിക്കും. ഇപ്പൊ ഒരാളാണ് ഓണറായിട്ട് വരുന്നത്, അയാൾ തന്നെയായിരിക്കും ആ ഒരു ബിസിനസിന്റെ മാനേജർ ആയിട്ടും ആക്ട് ചെയ്യുന്നത്. അപ്പോ സോൾ ട്രേഡർഷിപ്പിന്റെ വേറൊരു ഫീച്ചറാണ് നോ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, ഇപ്പം ജോയിൻ ചെയ്യുന്നവരുണ്ട്, ഞാൻ അവരെ ഒന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫീച്ചർ ക്ലിയർ അല്ലേ? കൂടുതൽ അത്ര ബുദ്ധിമുട്ടുള്ള പോയിന്റ് ഒന്നുമല്ല. വൺ മാൻ ഓണർഷിപ്പ്, നോ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ക്ലിയർ അല്ലേ ഈ രണ്ട് പോയിന്റ് പറഞ്ഞത്? ഓക്കെ ഓക്കെ യെസ്. Then no separate entity. No separate entity. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ നോ സെപ്പറേറ്റ് എന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മൾ കൃത്യമായിട്ട് ഇത് ഒരു കമ്പനിയുടെ ഫീച്ചർ ആണ്. സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി ഏതിന്റെ ഫീച്ചർ ആണെന്ന് വെച്ചാൽ കമ്പനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷന്റെ ഫീച്ചർ ആണ് സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി. But there is no such type of feature we can see a sole trader type of organization. Owner is not separate from business. നമ്മൾ തൊട്ട് മുന്നത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ബോത്ത് ഓണേഴ്സ് ആൻഡ് മാനേജേഴ്സ് ബോത്ത് ആർ സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓണറും മാനേജറും എല്ലാം ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോൾ ട്രേഡർഷിപ്പിന്റെ കേസിൽ നമുക്ക് ഓണർ ഏതാണ് അല്ലെങ്കിൽ കമ്പനിയും അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലും തമ്മിൽ നമുക്കൊരു സെപ്പറേഷൻ നടത്താൻ വേണ്ടി പറ്റൂല. ഈ ജോയിൻ ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. എനിക്ക് ഇവരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, ട്രൈ ടു കീപ് ടൈം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത് 2 മണിക്കാണ്. 1:45 ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 2-3 കുട്ടികൾ അതിന് മുന്നേ
ജോയിൻ ചെയ്തു. 2 മണിക്ക് മുന്നേ ജോയിൻ ചെയ്തവരുണ്ട്. അടുത്ത ക്ലാസ്സിലെങ്കിലും നിങ്ങൾ 2 മണിക്ക് മുന്നേ ആയിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാല് ഓൾറെഡി തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത പോയിന്റ് തന്നെയാണ്. ഓണറും മാനേജ്മെന്റും തമ്മിൽ, അല്ലെ ഓണറും മാനേജറും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ഓണറും മാനേജറും തമ്മിൽ ഒരു ഡിഫറൻസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ബോത്ത് ആർ സെയിം. അതുകൊണ്ട് തന്നെ നമുക്ക് സോൾ ട്രേഡർഷിപ്പിന് ഓണറുമായിട്ട് ഒരു ഡിഫറൻസ്, അല്ലെ നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. സാധാരണ ബിസിനസിന്റെ കേസിൽ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പറയുന്നതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് ഓണറും ബിസിനസ്സും രണ്ട് സെപ്പറേറ്റ് ആണെന്നാണ് അതിന്റെ മീനിങ്. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റില് ഓണർ കൊണ്ടുവരുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ. പക്ഷെ ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. കമ്പനി വേറെ ഓണർ വേറെ എന്നുള്ള ഒരു എന്താ പറയാ ഒരു പ്രിൻസിപ്പിൾ ആണ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പ്രിൻസിപ്പിള് ഈ പറയുന്ന സോൾ ട്രേഡർഷിപ്പിൽ ആപ്ലിക്കബിൾ അല്ല. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നാ പറയുന്നത്. സോൾ ട്രേഡർഷിപ്പിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. ഓണറും എപ്പോഴും ബിസിനസ്സും ഒന്ന് തന്നെയായിരിക്കും. ഇപ്പം ബിസിനസ്സിൽ അതുകൊണ്ടാണ് സോൾ ട്രേഡർഷിപ്പിന്റെ ലയബിലിറ്റി എന്താ, വാട്ട് ടൈപ്പ് ഓഫ് ലയബിലിറ്റി വി ക്യാൻ സീ ഇൻ സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ? Is there is limited liability or unlimited liability as in the case of this type of organization? എന്താ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? സോൾ ട്രേഡർഷിപ്പ് അൺലിമിറ്റഡ് അല്ലേ? Unlimited. Yes, unlimited. What do you mean by unlimited liability? What is the meaning of unlimited liability? എന്താണ് unlimited liability എന്ന് പറഞ്ഞാല്? Debt of the business. Yes, പറയൂ, കണ്ടിന്യൂ, അത് കംപ്ലീറ്റ് ആക്കി പറയൂ. കൂടെ ലോസ് കമ്പനിയുടെ പ്രോപ്പർട്ടിന്ന്, സോറി, ഈ ബിസിനസിന്റെ പ്രോപ്പർട്ടിയിൽ ലോസ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിലേക്കും കൂടെ കൊണ്ടുവരും. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അൺലിമിറ്റഡ് ലയബിലിറ്റി, ഇപ്പൊ ഒരു സോൾ ട്രേഡർഷിപ്പ്, നിങ്ങൾ തന്നെ ഒരു ബിസിനസ് തുടങ്ങി, നിങ്ങൾക്ക് ആ ബിസിനസ്സിലെ ഒരു ലയബിലിറ്റി, അതായത് ഒരാൾക്ക് പേയ്മെന്റ് അല്ലെ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്, ഒരു 10 lakh rupees ബാധ്യത വരുന്നുണ്ട്, ലയബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ ബിസിനസിന്റെ മൊത്തത്തിലുള്ള അസറ്റ് എടുത്തു നോക്കുമ്പോൾ 5 lakh ഇൻകം മാത്രമേ ആ ബിസിനസ്സിൽ കിട്ടാനുള്ളൂ. ആലോചിച്ച് നോക്കണം, 10 ലക്ഷം രൂപയാണ് ഡെറ്റ് വരുന്നത്. ബിസിനസിന്റെ പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്താൽ, ബിസിനസിന് ലാൻഡ് ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും, അങ്ങനെയൊക്കെ സെയിൽ ചെയ്താലും ബിസിനസിന്റെ അന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് വെറും 5 lakh rupees മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ആ ബിസിനസ്, അതായത് ഓണർ റിമൈനിങ് ബാലൻസ് 5 lakh rupees കൂടി അറേഞ്ച് ചെയ്യണം. അപ്പൊ ഇയാൾക്ക് പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, ഇയാളെ പേരിൽ അല്ലെങ്കിൽ ഇയാളെ എന്താ പറയാ ഫാമിലി മെമ്പേഴ്സിന്റെ പേരില് വീടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്തിട്ട് അയാൾ കൂടി, മനസ്സിലാവുന്നില്ല, അയാളെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ട് അയാൾ കൂടി ബിസിനസിന്റെ ലയബിലിറ്റി മീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ലയബിലിറ്റീസിനെ പറയുന്ന പേരാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് അപ് ടു ദി ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ്സിൽ തന്നെ നിൽക്കുന്ന അത്ര ലയബിലിറ്റി വരികയാണെങ്കിൽ അതിനാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുക. അതായത് ബിസിനസിന്റെ പ്രോപ്പർട്ടീസ് എന്താ പറയാ സെയിൽ ചെയ്തിട്ട് മാത്രം ആ ലയബിലിറ്റി മീറ്റ് ചെയ്താൽ മതി, പേഴ്സണൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി. പക്ഷെ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാല് ആ ലയബിലിറ്റി ബിസിനസിന്റെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസിന്റെ പ്രോപ്പർട്ടി സെയിൽ ചെയ്തിട്ടും പറ്റുന്നില്ലെങ്കിൽ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടി യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ്, അങ്ങനെയുള്ള ഒരു ലയബിലിറ്റിയാണ് സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി അല്ല, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതുകൊണ്ടാണ് പല ഒറ്റക്ക് ബിസിനസ് നടത്തുന്ന ആൾക്കാരൊക്കെ എന്താണ്, അവർക്ക് ബിസിനസ്സിൽ നഷ്ടം വന്നാല് അവരെ പേരിലുള്ള പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിൽ ചെയ്തിട്ടായാൽ കൂടി ആ ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാല്. ഞാൻ പറഞ്ഞത് നോ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി പറഞ്ഞത്. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനി വേറെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കമ്പനി ഒക്കെ അല്ലെ, നമ്മളൊക്കെ ഇൻഡിവിജ്വൽസ് ഒക്കെ നാച്ചുറൽ പേഴ്സൺ ആണെങ്കിൽ കമ്പനി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ, കമ്പനീസ് ആക്ട് പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ സോൾ ട്രേഡർഷിപ്പിന്റെ കേസിൽ അങ്ങനെ ഒരു ആക്ട് ബേസ് ആയിട്ട് ഒരു ആക്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്
it has no separate entity. Sole trader type form of organization has no separate legal entity. Then അടുത്ത നിങ്ങൾ already പറഞ്ഞ point തന്നെയാണ്, all profits is available to the owner. No need to distribute the profit among some other person. The entire profit is eligible to the owner himself. അല്ലെ, പ്രോഫിറ്റ് ആർക്കും ഡിവൈഡ് ചെയ്ത് വീതം വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റക്ക് ഒരാൾ നടത്തുന്ന ബിസിനസ് ആണ്. അപ്പൊ അതിന് പ്രോഫിറ്റ് എത്ര കിട്ടിയാലും ആ ഇൻഡിവിജ്വൽ മാത്രം അത് ആ പ്രോഫിറ്റിന്റെ അവകാശി എന്ന് പറയുന്നത് ആ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. അപ്പൊ ഓൾ പ്രോഫിറ്റ് ആർ അവൈലബിൾ ടു ദി പ്രൊപ്രൈറ്റർ. പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ദി പേഴ്സൺ ഹു സ്റ്റാർട്ട് ദി ബിസിനസ്, ദാറ്റ് ഈസ് നോൺ ആസ് പ്രൊപ്രൈറ്റർ. എല്ലാ പ്രോഫിറ്റും പ്രൊപ്രൈറ്റർക്ക് അവകാശപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞു കഴിഞ്ഞില്ല കേട്ടോ, ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞില്ല. ഇപ്പോഴും ജോയിൻ ചെയ്യുന്നവരുണ്ട്. അതാണ് ഈ ഒരു ടൈം ഗ്യാപ്പ് വരുന്നത്. ദെൻ ഇൻഡിവിജ്വൽ റിസ്ക്. ഇൻഡിവിജ്വൽ റിസ്ക് എന്ന് പറഞ്ഞാല് എന്താണ്? ഇൻഡിവിജ്വൽ റിസ്ക് എന്ന് പറഞ്ഞാല് entire risk has to be borne by a single individual. ഓണർ ഒരാളാണെന്ന് പറഞ്ഞു. അപ്പൊ ഓണർ ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഉണ്ടായാൽ അത് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല. എല്ലാ റിസ്ക്കും, ആ ബിസിനസിന്റെ മുഴുവൻ റിസ്ക്കും ഈ ഒരു ഇൻഡിവിജ്വൽ, സിംഗിൾ ഇൻഡിവിജ്വൽ തന്നെ സഫർ ചെയ്യേണ്ടി വരും. അതാണ് അടുത്ത 5th പോയിന്റിൽ പറയുന്നത്. ഇൻഡിവിജ്വൽ റിസ്ക് ലോസ് ഉണ്ടായാല് the entire loss has to be suffered by or borne by single individual himself. ആ ഒരാള് തന്നെ അത് എന്താ പറയണ്ട, റിസ്ക്കും ലോസും ഒക്കെ സഫർ ചെയ്യേണ്ടി വരുന്നു പറഞ്ഞു. പിന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്താന്നുള്ളത്. Okay, in order to meet the liability of the business, the owner must make use of his personal properties also in order to meet the business liability. അതായത് ബിസിനസ്സിന് ഉണ്ടാവുന്ന എക്സ്പെൻസിലെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടി യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ലയബിലിറ്റി ഈസ് നോൺ ആസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റീസ് പറയുന്നത് മ്യൂട്ട് ചെയ്യാനുണ്ടോ? ഷാസ്, ആരാണ് മ്യൂട്ട് ചെയ്യാത്തത്? ഞാൻ ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞതാ. നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവുക, നന്നായിട്ട് കേൾക്കൂല. നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കൂല. ഓക്കെ, അപ്പൊ നമ്മൾ അൺലിമിറ്റഡ് ലയബിലിറ്റി. ദെൻ ലെസ് ലീഗൽ ഫോർമാലിറ്റി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് സോൾ ട്രേഡഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, there is no much more legal formality. Legal formalities ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. വളരെ എളുപ്പത്തിൽ ഒരു ഇൻഡിവിജ്വല് അയാൾ ഒറ്റക്കൊരു ബിസിനസ് നടത്തണമെങ്കിൽ അതിന് കമ്പനിയോ അല്ലെ പാർട്ട്ണർഷിപ്പോ തുടങ്ങുന്നത് പോലെ ഒത്തിരി ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ അയാൾക്ക് ബിസിനസ് നടത്താൻ വേണ്ടി പറ്റും. അതിനാവശ്യമുള്ള റിസോഴ്സസും ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന് എളുപ്പത്തിൽ തന്നെ എന്താ പറയാ, വളരെ എളുപ്പത്തിൽ തന്നെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താ അനന്തു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അനന്തുവിന്? He is raising hand. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സോൾ ട്രേഡഡ് ടൈപ്പ് ഓഫ് ബിസിനസിന്റെ ഫീച്ചേഴ്സിൽ പറഞ്ഞത്. ഫീച്ചേഴ്സ് ഒന്നും കൂടി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. വൺ മാൻ ഓണർഷിപ്പ്, നോ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ദ നെക്സ്റ്റ് പോയിന്റ്, നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. All profits are available to the proprietor himself. Then individual risk. Individual risk means the entire risk has to be suffered by a single individual. Okay, that is individual risk. Then unlimited liability. Liability is not limited. There is unlimited liability. Liability unlimited ആണ്. Then in order to start this type of business organization, there is now much more legal formality. Less legal formalities are to be followed. Legal formality എന്ന് പറയുമ്പോൾ ലീഗൽ ആയിട്ട് ബിസിനസ് തുടങ്ങാണ്ട് പ്രൊസീജിയർ ഒക്കെ വളരെ എന്താ പറയുക ഈസി ആയിട്ട് തുടങ്ങാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. ഫീച്ചേഴ്സ് ക്ലിയർ ആണോ? ഓക്കെ, മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസിന് കണക്കായിട്ടാണ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ അടുത്ത പോയിന്റ് പറയുന്നത് മെറിറ്റ് ആൻഡ് ലിമിറ്റേഷൻ. വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ്, ഡിമെറിറ്റ്സ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അതും
വളരെ എളുപ്പത്തിൽ ചില മെറിറ്റ് ഒക്കെ ചില അഡ്വാൻറ്റേജസ് ഒക്കെ ഈ ഫീച്ചേഴ്സിന്റെ അകത്ത് വന്ന അഡ്വാൻറ്റേജസ് തന്നെയാണ്. അപ്പൊ അഡ്വാൻറ്റേജസിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഈസി ഫോർമേഷൻ. ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈസി ഫോർമേഷൻ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ Okay. Then second advantages of sole trader type of organization is it involve direct motivation. It involve direct motivation. അതായത് ഇപ്പൊ ഒരു ഇൻഡിവിജ്വല് അയാൾ ഒറ്റക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ഡിസിഷൻ എടുക്കാനുള്ള എന്തായിരിക്കും ഒരു റീസൺ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന യെസ് ഒറ്റക്ക് എനിക്ക് എന്റേതായ രീതിയിൽ ഞാൻ തന്നെ ഒരു ബിസിനസ് തുടങ്ങാം, സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, എന്തായിരിക്കും അതിന്റെ റീസൺ? പറയൂ. ചിലപ്പോ നിങ്ങൾ അല്ലെ ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചിലപ്പോ ആംബിഷൻ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇൻ കേസ് അങ്ങനെ ഒരു ആംബിഷൻ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ബിഹൈൻഡ് മോട്ടീവ്? എന്താ എന്താണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ? എന്താ അങ്ങനെ ഒരു തോട്ട് വരാനുള്ള റീസൺ എന്താണ്? എന്തായിരിക്കും? പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ആലോചിക്കുന്നത് അല്ലെ, നമ്മൾക്ക് കൂടുതൽ ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് നടത്തുമ്പോൾ റിസ്ക് ഒക്കെ ഉണ്ടാവും. എന്നാലും റിസ്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. റിസ്ക് കൂടുതലാവുമ്പോൾ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, റിസ്ക് ഉണ്ടായാലും പ്രശ്നമില്ല, പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടിയാൽ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ബിസിനസ്സുകാരൊക്കെ അങ്ങനെയാ, അടുത്ത ഇയറിൽ നഷ്ടം വരുമോന്നുള്ള രീതിയിലല്ല ബിസിനസ് തുടങ്ങും. എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ടാണ് അല്ലെ ബിസിനസ്സുകാർക്ക് വരുന്ന ഒരു മെയിൻ ആയിട്ട് അവർക്ക് ഇങ്ങനെയൊരു എന്താ പറയേണ്ട ഒരു മെന്റൽ എബിലിറ്റി ഉണ്ടാവും, എല്ലാം ഒരു പോസിറ്റീവില്. ചിലപ്പോ നിങ്ങൾ ചില ബിസിനസ്സുകാരെ കാണാൻ വേണ്ടി പറ്റും, നഷ്ടം ഉണ്ടായാൽ ഉടനെ തന്നെ സൂയിസൈഡ് അങ്ങനെ ചെയ്യുന്നത്. അതൊരു ബിസിനസ്സുകാർക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റി അല്ല. അപ്പൊ ബിസിനസ്സുകാർക്ക് എപ്പോഴും ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അതൊക്കെ എന്താണ്, എങ്ങനെയായാലും അത് സ്റ്റേബിൾ ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി ഉണ്ടാവണം. അപ്പം എല്ലാവർക്കും ഇപ്പൊ സോൾ ട്രേഡർഷിപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് തുടങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ മുഴുവൻ പ്രോഫിറ്റും ഈ പറയുന്ന ഓണർക്ക് തന്നെ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് മോട്ടിവേഷൻ ആരും എന്താണ് കമ്പല് ചെയ്തിട്ടൊന്നുമല്ല, അയാൾ ഡയറക്റ്റ് ആയിട്ട് അയാൾ എന്താ വളണ്ടറി ആയിട്ട് അയാൾക്ക് ഒരു മോട്ടിവേഷൻ, പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നുള്ള ഒരു എന്താ പറയാ ഒരു എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് ആ പോയിന്റിൽ പറഞ്ഞത്. സ്റ്റിൽ സം സ്റ്റുഡൻസ് ആർ ജോയിനിങ്. ഓക്കെ, ആ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്, അവരെ അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞത് ഡയറക്റ്റ് മോട്ടിവേഷൻ. ദെൻ ഫുൾ കൺട്രോൾ. Who has full control as in the case of this type of organization? The entire control is vested in the hands of who is the controllable person? Full control na പറഞ്ഞത്. Full control is vested in the hands of proprietor. Yes, sole trader or proprietor. ബിസിനസിന്റെ മുഴുവൻ കൺട്രോളും ബാക്കിയുള്ള പാർട്ട്ണർഷിപ്പിലോ അല്ലെ കമ്പനിയിലോ അങ്ങനെയല്ല ഉള്ളത്. അത് നമ്മൾ പഠിച്ചു വരും. ഇപ്പൊ അടുത്തതായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കമ്പനിയിലെ ഫുൾ കൺട്രോൾ ഒരാളെടുത്ത് അല്ല ഉള്ളത്. അല്ലെ ഈവൻ പാർട്ട്ണർഷിപ്പ് എടുത്ത് നോക്കിയാൽ മതി, അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ വേണം. രണ്ടാളെങ്കിലും ഉള്ള ബിസിനസ്സിനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. അപ്പൊ രണ്ടു പേർക്കും ഈക്വൽ കൺട്രോൾ ഉണ്ടല്ലേ. ഒരാൾക്ക് സെൽഫായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട പവർ ഇല്ല. രണ്ടാമത്തെ ആളോടും കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റൂ. പക്ഷെ അതല്ല സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ വരുന്നത്. ഫുൾ കൺട്രോൾ, ദി എൻറ്റയർ കൺട്രോൾ ഈസ് വെസ്റ്റഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദിസ് പ്രൊപ്രൈറ്റർ. മുഴുവൻ കൺട്രോളും ഉള്ള ആളാണ്. എല്ലാ കൺട്രോളും, ആ ബിസിനസിന്റെ മുഴുവൻ കൺട്രോളും പ്രൊപ്രൈറ്ററെ കയ്യിലാണ് വരുന്നത്. ദെൻ ക്വിക്ക് ഡിസിഷൻ. In order to take the important decision need not consult with some other person. അല്ലെ, വേറെ ആരുമായിട്ടും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ മാത്രമാണ് ഓണറായിട്ട് വരുന്നത്. അപ്പൊ വേറെ ആൾ ചിലപ്പോ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ചോദിക്കുക. ഇപ്പം നമ്മളെ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനോട് അല്ലെ നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ ഡിസിഷൻ നമ്മൾ ചോദിക്കാം. അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള, നമ്മൾ പേഴ്സണൽ ആയിട്ട് ഇൻഫോർമൽ ആയിട്ട് ജസ്റ്റ് ചോദിക്കുന്നു മാത്രം. പക്ഷെ ഇവിടെ ക്വിക്ക് ഡിസിഷൻ, പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ ആരോടും വേറെ എന്താ പറയാ ഓണറോ അങ്ങനെയുള്ള ആൾക്കാരോ ഒന്നും തന്നെ ഇല്ല. എല്ലാ കൺട്രോളും ഈ ഒരു ഇൻഡിവിജ്വൽ തന്നെയാണ്. അപ്പൊ എന്താണ്, സ്പോണ്ടേനിയസ് ഡിസിഷൻ ഈസ് പോസിബിൾ, ക്വിക്ക് ഡിസിഷൻ ഈസ് പോസിബിൾ. എപ്പോ വേണം ഏത് ഡിസിഷനും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ്. ഡിസിഷൻ മേക്കിങ്ങിന് ടൈം ഡിലേ ആവുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ദെൻ ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെക്സിബിലിറ്റി
എന്താണ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫ്ലെക്സിബിലിറ്റി? ഫ്ലെക്സിബിൾ ഈസി ആയിട്ട് എന്താണ് പറഞ്ഞേ? ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന. ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ ഏത് നമുക്ക് വഴങ്ങുന്നുള്ള രീതിയിൽ. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാല് പോസിബിൾ ടു മേക്ക് ചേഞ്ചസ് അല്ലെ? ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ അതാണ് മീനിങ് വരുന്നത്. പോസിബിൾ ടു മേക്ക് ചേഞ്ചസ്. എപ്പോഴും ഒരു ബിസിനസ് ഇത് ബിസിനസ്സിൽ ചിലപ്പോ ചില ബിസിനസ് ഇപ്പം ഫ്ലെക്സിബിലിറ്റി ഞാനൊരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. ഇപ്പൊ സോൾ ട്രേഡർ നടത്തുന്ന ഒരു ബിസിനസ്സിൽ ഇപ്പൊ ഡിമാൻഡ് ഇല്ല. അപ്പൊ സോൾ ട്രേഡർക്ക് വേറെ ആരോടും ആലോചിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് വേണമെങ്കിൽ ആ ബിസിനസിന്റെ ആ പ്രോഡക്റ്റ് തന്നെ മാറ്റാം, വേറൊരു ബിസിനസ്സിലേക്ക് അയാൾക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ? അതാണ് ഫ്ലെക്സിബിൾ. ഇപ്പം ലോസിലുള്ള ബിസിനസ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആവശ്യമില്ല. അപ്പൊ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആയാലും അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാറ്റുന്നതിലായാലും എല്ലാത്തിലും ബിസിനസിന്റെ എൻഡിയർ മാറ്റേഴ്സിൽ എപ്പോ വേണമെങ്കിലും ചേഞ്ച് വരുത്താനുള്ള ഒരു എന്താ പറയാ ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. പോസിബിൾ ടു മേക്ക് ചേഞ്ചസ് because need not to consult with some other person. The entire control is vested in the hands of the single proprietor. So flexible, we can see flexibility in operation. Business ന്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ മാറ്റേഴ്സിലും ഫ്ലെക്സിബിലിറ്റി ചേഞ്ച് വേണമെങ്കിൽ ഈ ഓണർ വിചാരിച്ചാൽ മതി. ഓണർ വിചാരിച്ചാൽ ഓണർക്ക് സമ്മതമാണെങ്കിൽ ഓണറിൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഓണർക്ക് വേണമെങ്കിൽ എല്ലാത്തിലും എന്താണ് ചേഞ്ച് വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ബിസിനസ്സിലുള്ള എന്താ പറയാ ആ ഒരു പ്രൊഡക്ഷൻ മെത്തേഡ് ആയാലും പ്രോഡക്റ്റ് ആയാലും എല്ലാത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനൊക്കെ പറ്റും. കാരണം ഓണർ ഒറ്റൊരാൾ വിചാരിച്ചാൽ മതി. അപ്പൊ ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? ലാർജ് സൈസ് ബിസിനസ്സിൽ അങ്ങനെയല്ല, ഫ്ലെക്സിബിൾ അല്ല. കുറെ റിസോഴ്സസ് യൂസ് ചെയ്ത് നടത്തുന്ന ബിസിനസ്സിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണമെന്നില്ല. കുറച്ചെല്ലാം കാര്യങ്ങൾ റിജിഡ് ആയിരിക്കും. അങ്ങനെ എളുപ്പത്തിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റൂല. പക്ഷെങ്കിൽ ഇത് സോൾ ട്രേഡഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇവിടെ വരുന്ന റിസോഴ്സ് ചെറിയ ബിസിനസ്, അതായത് കുറച്ച് എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്നതാണ്. അപ്പൊ അതിൽ ഫ്ലെക്സിബിലിറ്റി വരുത്തുന്നതിൽ ചേഞ്ചസ് വരുത്തുന്നതിൽ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സീക്രസി മെയിൻറ്റെയിൻ ചെയ്യൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എപ്പോഴാ സീക്രസി കൂടുതൽ ഉണ്ടാവുക? കൊറേ ആൾക്കാര് ബിസിനസ് നല്ല സക്സസ് ആയി വരുമ്പോഴായിരിക്കും സീക്രട്സ്. അതെ, ഞാൻ ചോദിച്ചത് ഇവിടെ as in the case of this type of sole trader type of business organization, the owner can maintain secrecy. What is the reason? The reason? പബ്ലിക്കിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനില് ഇപ്പം കമ്പനി ഒക്കെ ആണെങ്കിൽ എസ്പെഷ്യലി ഗവൺമെന്റ് കമ്പനി ആൻഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി കമ്പൽസറി ആയിട്ടും ഇയർ എൻഡില് അവരൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് ആയാലും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആയാലും പബ്ലിഷ് ചെയ്യണം. ഓക്കെ, അത് പബ്ലിക് ആണ് അതിന്റെ ഓണർ. ഷെയർ ഹോൾഡേഴ്സ് പബ്ലിക് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് കമ്പനീസ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന സോൾ ട്രേഡഡ് ടൈപ്പ് അവര് ബുക്ക് പ്രിപ്പയർ ചെയ്താലും ഇല്ലെങ്കിലും അതൊന്നും പ്രശ്നമല്ല. ബുക്ക് പ്രിപ്പയർ ചെയ്യണം എന്നൊന്നും കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. അത് ഓണർ ഇഷ്ടമാണ്. വേണമെങ്കിൽ മാത്രം ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. കാരണം എല്ലാ കാര്യങ്ങളും ഡീല് ചെയ്യുന്നത് ഈ പ്രൊപ്പറേറ്റർ തന്നെയായിരിക്കും. അപ്പൊ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് കമ്പൽസറി ആയിട്ട് എവിടെയും പറയുന്നില്ല. ദെൻ എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കുന്ന ഒറ്റ ാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സീക്രസി, വേറെ ആരോടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും എന്താ പറയുക കൈകാര്യം ചെയ്യുന്നത് ഓണർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ സീക്രസി. പാർട്ട്ണർഷിപ്പ് ഫോമിൽ അങ്ങനെയല്ല, 2 or 3 ആൾക്കാർ അവിടെ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നില്ല. പക്ഷെങ്കിൽ കമ്പനീന്റെ കേസിൽ സീക്രസി ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാം ഓപ്പൺ ആണ്, എല്ലാം ഡിസ്ക്ലോസ് ടു പബ്ലിക്, ജനറൽ പബ്ലിക്കിന് ഡിസ്ക്ലോസ് ഷെയർ ചെയ്യുന്ന രീതിയിലാണ് കമ്പനിയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട് കാര്യങ്ങൾ വരുന്നത്. പക്ഷെ സോൾ ട്രേഡഡ് ടൈപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, സോൾ ട്രേഡഡ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വി ക്യാൻ സീ മോർ സീക്രസി. ഓക്കെ, is it clear about the 6th point about secrecy? Yes. Then personal touch. What is personal touch? Personal touch എന്ന് പറഞ്ഞാൽ എന്താ? As in the case of this type of business organization, who handle the entire matters? Who handle? Sole trader. Owner അല്ലേ? ബിസിനസിന്റെ ഓണേഴ്സ് അല്ലേ? The entire matters are handled by the owners. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് പേഴ്സണൽ ടച്ച് എന്ന് പറഞ്ഞാല് സാധാരണ ബിസിനസ്സിലൊക്കെ എംപ്ലോയീസ് ആയിരിക്കും, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ആൾക്കാർ എംപ്ലോയീസ് ആയിരിക്കും.
ആ ഒരു ബിസിനസ് ഉണ്ട്, ബിസിനസിന്റെ ഓണർ ചിലപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ല, അബ്രോഡിലായിരിക്കും. സോ ദി പേഴ്സൺ ഹു ഡീൽസ് ദി കസ്റ്റമേഴ്സ് ആർ ജനറലി ദി എംപ്ലോയീസ് ഓഫ് ദി ബിസിനസ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ആണ് കസ്റ്റമേഴ്സിന്റെ നീഡ്സും ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുന്ന ആൾക്കാര്. rather than the owner, employees have the knowledge about customers taste, preference, etc. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന്റെ ലൈക്സ്, ഡിസ്ലൈക്സ്, ടേസ്റ്റ്, പ്രിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാര് ആ ഒരു ബിസിനസിന്റെ എംപ്ലോയീസ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നത്തെ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്, as in the case of this type of sole trader type of organization, there is no separation of management and ownership. ബോത്ത് ആർ സെയിം, മാനേജറും ഓണറും എല്ലാം ഈ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. അപ്പൊ ഓണർക്ക് കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും നീഡ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഓണേഴ്സ് ഹാവ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമേഴ്സ്. അപ്പൊ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ആളാണ് ഈ പറയുന്ന സോൾ ട്രേഡർഷിപ്പിൽ ഓണേഴ്സ്. അപ്പൊ ഓണേഴ്സിന് കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ്, വാൺസ്, ലൈക്സ്, അവരെ ഡിസയർ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു നോളജ് വരുന്നുണ്ട്. അതാണ് പേഴ്സണൽ ടച്ച് എന്ന് പറഞ്ഞാല്. ഓക്കെ, ക്ലിയർ അല്ലേ? 7th പോയിന്റ് ക്ലിയർ ആണ്. യെസ്. ദെൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ, as in the case of this type of sole trader type of organization, such type of business can start very easily. There is no much more legal formalities. Likewise, as in the case of dissolution also, it is very easy. If a sole trader, if a proprietor wants to close his business, that also very easy as in the case of this type of single ownership business. തുടങ്ങുന്നത് പോലെ തന്നെ എളുപ്പമാണ് കമ്പനി ക്ലോസ് ചെയ്യാനും. കാരണം ആ ഒരു ഇൻഡിവിജ്വൽ വിചാരിച്ചാൽ മതി. സാധാരണ എല്ലാവരും ലോങ് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. പക്ഷെ എന്തെങ്കിലും റീസൺ കൊണ്ട് ബിസിനസ് ക്ലോസ് ചെയ്യണം, അല്ലെ ബിസിനസ് പൂട്ടണം, അത് ക്ലോസ് ചെയ്യണം, ബിസിനസ് പൂട്ടണം എന്ന് കരുതിയാല് അതിനും വളരെ എളുപ്പത്തിൽ പൂട്ടാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഞാൻ തുടങ്ങിയ ബിസിനസ്, ഇപ്പൊ ബിസിനസ് പൂട്ടുന്നതിൽ എന്താ ഇത്ര ബുദ്ധിമുട്ട്? തുടങ്ങുന്നതിൽ ഫോർമാലിറ്റീസ് ഉണ്ടാവും, ക്ലോസ് ചെയ്യുന്നത് എളുപ്പല്ലേ എന്ന് കരുതുന്ന കുട്ടികളുണ്ടാവും, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആയാലും. പക്ഷെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കമ്പനിയൊക്കെ ഒരു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്താല് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഷെയർ ഹോൾഡർ വിചാരിച്ചാൽ പോരാ. മനസ്സിലാവുന്നുണ്ടോ? കമ്പനിയുടെ ബിസിനസ് തുടങ്ങാനുള്ള ഫോർമാലിറ്റി, തുടങ്ങാൻ എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ടോ അതേ ഫോർമാലിറ്റീസ് കമ്പനി നമുക്ക് വൈൻഡിങ് അപ്പിലും കാണാൻ വേണ്ടി പറ്റും. ഡിസൊല്യൂഷന്, ലിക്വിഡേറ്റേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്യാനുണ്ട്. അപ്പൊ കമ്പനി തുടങ്ങുന്നതും പൂട്ടുന്നതും ഒക്കെ വളരെ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെയുള്ളതല്ല സോൾ ട്രേഡർഷിപ്പില്. single proprietorship type of business can start very easily, and likewise it can wind up also very easily. There is no much more formalities as in the case of starting and dissolution. Both are very easy. രണ്ടും വളരെ എളുപ്പത്തിൽ തുടങ്ങാനും പറ്റും, അതേപോലെ തന്നെ ബിസിനസ് ക്ലോസ് ചെയ്യുന്നതും വളരെ എളുപ്പത്തിൽ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സോൾ ട്രേഡഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. തോന്നുന്നു മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ അഡ്വാൻറ്റേജസില്? ഓക്കെ. Then let's see what are the drawback or demerits, limitation of these type of organization. Limited resources. എന്തുകൊണ്ടല്ലേ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും എന്ന് പറയുന്നത്? ലിമിറ്റഡ് റിസോഴ്സസ് മീൻസ് resources mainly here capital or cash. Limited fund. Yes, limited fund. Yes. The entire fund must be brought by the owner himself. അല്ല, എല്ലാ ഫണ്ടും കമ്പനി, ഈ ബിസിനസ് കമ്പനി എന്ന് പറഞ്ഞു പോകുന്നു ഇടക്ക്. പിന്നെ ഈ ബിസിനസ് തുടങ്ങാനുള്ള മുഴുവൻ ഫണ്ടും കൊണ്ടുവരേണ്ടത് ഈ ഒറ്റൊരു ഇൻഡിവിജ്വൽ. ഇപ്പൊ ഞാനൊരു ബിസിനസ് നടത്തുമ്പോൾ അതിനാവശ്യമുള്ള ക്യാപിറ്റൽ, ക്യാഷ്, എല്ലാത്തിനും ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ ആ ഫണ്ടൊക്കെ ഞാൻ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ എമൗണ്ട് ഫണ്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഫണ്ടിന്റെ കേസിൽ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. ലിമിറ്റഡ് റിസോഴ്സസ്. ഒറ്റൊരു മിനിറ്റ്. ടെക്സ്റ്റിൽ ഈ പോർഷൻ എവിടെയാ കിടക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞു തരുമോ?
ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ ബ്ലോക്ക് എടുത്താൽ മതി, അതിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ആരാണ് ചോദിച്ചത്? ടെസ്റ്റില് ആൻസർ കൊടുത്തല്ലോ അല്ലെ? ടെസ്റ്റിൽ സെക്കൻഡ് ബ്ലോക്ക് എടുക്കുക, അതിൽ സ്റ്റാർട്ടിങ് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞത് ലിമിറ്റഡ് റിസോഴ്സസ് പറഞ്ഞു. ദി എൻറ്റയർ ഫണ്ട് ഹാസ് ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ദി സിംഗിൾ പേഴ്സൺ. സോ ദർ ആർ നോ മച്ച് മോർ റിസോഴ്സസ്. റിസോഴ്സസ് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ആണ്, ക്യാഷ് ആണ്. മുഴുവൻ ഫണ്ടും ഒരാൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്താണ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമായിരിക്കും അല്ലെ സോൾ ട്രേഡഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഡ്രോബാക്ക്. ദെൻ ലിമിറ്റഡ് മാനേജീരിയൽ കപ്പാസിറ്റി, ലിമിറ്റഡ് മാനേജീരിയൽ കേപ്പബിലിറ്റി. എന്തുകൊണ്ടാണ് അതൊരു ഡ്രോബാക്ക് ആയിട്ട് വന്നത് പറയൂ? ലിമിറ്റഡ് മാനേജീരിയൽ കേപ്പബിലിറ്റി എന്താണ്? സിംഗിൾ പേഴ്സൺ cannot specify in all aspects of business. മാനേജ് ചെയ്യണ്ടേ, അപ്പൊ ഓക്കെ, സാധാരണ നിങ്ങൾ കുറെ ആൾക്കാർ MBA അല്ലെ ഡിഗ്രി കഴിഞ്ഞാൽ MBA ഒക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട്, ഹയർ കോഴ്സ്. എന്തിനാണ് നമ്മൾ MBA ഒക്കെ പോകുന്നത്? എന്താണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും. അപ്പൊ സാധാരണ ബിസിനസ്സിലെ മാനേജേഴ്സ് ഒക്കെ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് MBA കാരൊക്കെ ആയിരിക്കും അല്ലെ. പക്ഷെ ഇവിടെ ആരാണ് മാനേജർ ആയിട്ട് വരുന്നത്? സോൾ ട്രേഡഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലെ ഹു ആർ മാനേജേഴ്സ്? പറയൂ, ആരാ മാനേജർ ആയിട്ട് വരുന്നത്? ഓണർ അല്ലെ. ഓണർ ഹിംസെൽഫ്. യെസ്, ഓണർ തന്നെയാണ്. ബോത്ത് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ബോത്ത് ആർ സെയിം പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് രണ്ടും ഒരാൾ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ഒരാൾ തന്നെ നടത്തുന്ന ബിസിനസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവര് തന്നെയായിരിക്കും കമ്പനി, ആ കമ്പനി അല്ല ബിസിനസിന്റെ എല്ലാ മാറ്റേഴ്സും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സിംഗിൾ ഓണർ തന്നെയായിരിക്കും. അപ്പൊ അവർക്ക് ഈ പറയുന്ന ഫിനാൻസ് ആയാലും മാർക്കറ്റിംഗ് ആയാലും അതിലൊന്നും ഇപ്പൊ MBA കാർക്കൊക്കെ പുതിയ പുതിയ ട്രെൻഡ് അവര് പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ആ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കിട്ടണം എന്നില്ല. മനസ്സിലാവുന്നില്ലേ? ചിലപ്പോ വെറും 10ാം ക്ലാസ് ഒക്കെ പാസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ അവർക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെ, അവര് അവരുടേതായ രീതിയിൽ മാനേജ് ചെയ്യുന്നു എന്നല്ലാതെ അത്രത്തോളം ഒരു മാനേജ്മെന്റിൽ അവർ എക്സ്പെർട്ട് ആകണമെന്നില്ല. അപ്പൊ ആ ഒരു പിന്നെ അതേപോലെ തന്നെ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജേഴ്സിന് സാലറി ഒക്കെ കൊടുത്ത് അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ അവര് ഡിമാൻഡ് ചെയ്യുന്ന സാലറി കൂടുതലായിരിക്കും. Then these type of owners can't appoint such type of managers by paying more amount as remuneration, because this type of sole tradership has ലിമിറ്റഡ് റിസോഴ്സസ് ഓൺലി. ഫണ്ടിന്റെ അഭാവം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വലിയ വലിയ എമൗണ്ട് കൊടുത്തിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന മാനേജീരിയൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് മാനേജീരിയൽ കേപ്പബിലിറ്റി ഇല്ലാന്ന് അല്ല പറയുന്നത്. ആസ് കമ്പയർഡ് ടു പാർട്ട്ണർഷിപ്പ് ആൻഡ് അതർ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ആസ് ഇൻ ദി കേസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് സോൾ ട്രേഡർഷിപ്പ്, വി ക്യാൻ സീ ലിമിറ്റഡ് മാനേജീരിയൽ കേപ്പബിലിറ്റി. മനസ്സിലായല്ലേ? ലിമിറ്റഡ് മാനേജീരിയൽ കേപ്പബിലിറ്റി. ഓക്കെ. Yes, ma'am. Yes. Then see, what is the next drawback? Not suitable for large scale operation. നിങ്ങൾക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റും. This type of sole tradership is not suitable for conducting large type of business organization. We know in order to start large scale organization it require huge amount, ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വേണം. അതേപോലെ തന്നെ മാനേജ്മെന്റ് എക്സ്പെർട്ടൈസ് ഉണ്ടാവണം അല്ലെ. അങ്ങനെയുള്ള കുറെ ആൾക്കാർ, കുറെ ഫാക്ടേഴ്സ് ഉണ്ടായാൽ മാത്രമേ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫണ്ടിന്റെ പിന്നെ എന്താ പറയാ ലിമിറ്റഡ് ഫണ്ടാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മാനേജീരിയൽ എഫിഷ്യൻസി കുറവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ this type of sole traded type of organization is not suitable for conducting large scale business. ഇവർക്ക് ചെറിയ ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ് തുടങ്ങാന്നല്ലാതെ ലാർജ് സ്കെയിൽ ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഓപ്ഷൻ ഇല്ല. കാരണം കുറെ ലാർജ് സ്കെയിൽ ആയി തുടങ്ങുമ്പോൾ ഒത്തിരി കുറെ ഫീച്ചേഴ്സ് പിന്നെയും കുറെ കാര്യങ്ങൾ കൂടി വേണം. അതൊന്നും നമ്മൾക്ക് ഈ സോൾ ട്രേഡർഷിപ്പിൽ വരുന്നില്ല. അപ്പൊ നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. Then we already discussed about the liability of this type of sole trader, that is unlimited liability. Need not discuss once again. I think you all got the idea relating to unlimited liability. Okay, unlimited liability, fourth drawback. Okay. In parayana avashyamilla? Yes. Then less stability. Less stability എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ സ്റ്റേബിൾ അല്ല ബിസിനസ്. നമ്മൾ സാധാരണ ഒരു ബിസിനസ് തുടങ്ങുന്നത്, ബിസിനസിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാല് ലോങ് എക്സിസ്റ്റൻസ് ഫോർ എ ലോങ് പീരീഡ് അല്ലെ, കുറെ നാളത്തേക്ക് നിലനിൽക്കണം എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടാണ് ആരായാലും ബിസിനസ് തുടങ്ങുന്നുണ്ടാവുക. ബട്ട് ആസ് ഇൻ ദി കേസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് സോൾ ട്രേഡഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ദർ ഈസ് ലെസ് സ്റ്റെബിലിറ്റി കുറവാ. ഇവിടെ തന്നെ നിങ്ങൾ ടെസ്റ്റിൽ തന്നെ എക്സാമ്പിൾ പറയുന്നുണ്ട്. വി നോ
the owner is one person. If the, as in the case of death of that person, we have to close that business. അല്ലെ? ഇപ്പൊ ഒരാളാണ് ബിസിനസിന്റെ ഓണർ ആയിട്ട് വരുന്നത്. ആ ഇൻഡിവിജ്വൽ ഓണർ മരണപ്പെട്ടു പോകുന്നു. അപ്പൊ എന്തായിരിക്കും ആ ബിസിനസിന്റെ അവസ്ഥ? പിന്നെ ബിസിനസ് ഉണ്ടാവുക? ഇപ്പൊ ഞാൻ എനിക്കൊരു എന്തെങ്കിലും അപകടം പറ്റിയിട്ട് ഞാൻ ഇപ്പം കിടപ്പിലായി എന്ന് കരുതിക്കോളൂ. അപ്പൊ പിന്നെ ആ ബിസിനസ് നടക്കുവോ? ഞാനല്ലേ ആ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഞാനാണ് അല്ലെ? ചിലപ്പോ എന്റെ റിലേറ്റീവിനൊക്കെ ഏൽപ്പിച്ച് നടക്കുമായിരിക്കും. പക്ഷെ എന്നാലും അതിനൊരു എത്രത്തോളം അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. അപ്പൊ ബിസിനസിന്റെ സ്റ്റെബിലിറ്റിന്റെ കാര്യത്തിൽ ഇവിടെ എന്താണ്, നമുക്ക് അങ്ങനെ ഒരു സ്റ്റേബിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എപ്പോ വേണമെങ്കിലും ബിസിനസിന് നെഗറ്റീവായ കാര്യങ്ങൾ എഫക്ട് ചെയ്യാം, ബിസിനസ് വൈൻഡിങ് അപ്പിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ഇൻഡിവിജ്വൽ ആണ്. ബിസിനസിന്റെ സക്സസും ഫെയിലിയറും എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് സിംഗിൾ ഇൻഡിവിജ്വൽ. ആ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിലാണ് ബിസിനസിന്റെ സക്സസും ഫെയിലിയറിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിന്റെ കേസിൽ നമുക്ക് ലെസ് സ്റ്റേബിൾ എന്ന് പറയാം. Then no check and control. നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയോ, why this is one of the drawback of sole trader? No check and control. എന്താ ഇതിന്റെ മീനിങ്? No check and control എന്താണ്? ഔട്ട്സൈഡേഴ്സ് ആരും കൺട്രോൾ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഔട്ട്സൈഡേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിലാണ് നമ്മൾക്ക് ചെക്കിംഗ് ഫ്രം ഔട്ട്സൈഡ് പാർട്ടീസ് കാണാൻ പറ്റുക? They are known as auditors. Company. Yes, company form of organization. Even partnership type of organizations recently appoint auditors as the distinction of partner. If the partner wants, then they can appoint auditor for auditing their books of account. Compulsory alla, പക്ഷെ പാർട്ട്ണർഷിപ്പിൽ കേസിൽ നമ്മൾക്ക് ഇപ്പോൾ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോ no check and control as in the case of sole trader type of business organization. Okay, that is one of the drawback of this type of organization. Then less scope for economies of scale. Less scope for, there is no much more scope for economies of scale. Then what is economies of scale? You should know what is economies of scale. Say anyone, what is economies of scale? What is the meaning of economies of scale? Ariyo, economies of scale? Advantages. Advantages of what? Economies of scale means advantages of Small scale or large scale or normal. Advantages are advantages of large scale production. Okay, economies of scale means advantages of large scale production. Yes. As in the case of this type of sole traded type of organization, it has no economies of scale. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടത്തുക? ലാർജ് സ്കെയിൽ ആയിട്ടായിരിക്കോ സ്മോൾ സ്കെയിൽ ആയിട്ടായിരിക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? as in the case of sole trader, small scale അല്ലേ? Yes. അപ്പൊ ഇവിടെ റിസോഴ്സസ് പറഞ്ഞു, only limited resources are available. So we can see, as in the case of production, they can't produce in bulk quantity. Production also limited. Small scale ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ economies of scale ന്റെ മീനിങ്, advantages of large scale production are known as economies of scale. Then what are the advantages available by a business if it produced in bulk quantity? If it produced in large scale, what are the advantages available to such organizations? Say, what are the advantages? Advantages of large scale production, that is known as economies of scale. Selling large quantity. Yes. If produced in large quantity, you can also make sales in bulk quantity. Right? Then another advantage. Production cost കുറവായിരിക്കും. Marketing field large. Okay, profit കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരാൾ ഇടയിൽ പറഞ്ഞു, cost of production comparatively lower as in the case of this large scale production. നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, സ്മോൾ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കിയാൽ we can see small or less amount as total cost as in the case of if production is in large scale. ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ദി റീസൺ ഫോർ ഡിക്ലൈനിങ് ദി ടോട്ടൽ കോസ്റ്റ് ആസ് ഇൻ ദി കേസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ? നമ്മൾ പറഞ്ഞു കോസ്റ്റ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. എന്താ അതിന്റെ റീസൺ?
എന്താണ് ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ കോസ്റ്റ് കുറവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ റീസൺ? കാരണം ലാർജ് സ്കെയിലിൽ ഒരുപാട് പാർട്ട്നേഴ്സുകൾ ഉണ്ടാവും, ഷെയർ ഹോൾഡേഴ്സുകൾ ഇഷ്ടം കുറെ ഉണ്ടാവും, കുറെ ആൾക്കാർ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് പ്രൊഡക്ഷന്റെ കോസ്റ്റ് കുറക്കുക? റോ മെറ്റീരിയൽസ് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ കുറച്ചുകൂടി ചീപ്പായിട്ട് കിട്ടും. Yes, that is the reason. That is one of the important reason for availing economies of scale. We know, as in the case of larger scale production, large raw materials are required in bulk quantity. While making bulk quantity purchase of raw material, usually the creditors will provide certain discount. നിങ്ങൾക്ക് അറിയാം, ലാർജ് ക്വാണ്ടിറ്റിയിൽ റോ മെറ്റീരിയൽ കൂടുതലായിട്ട് വേണം. റോ മെറ്റീരിയൽ കൂടുതലായിട്ട് വാങ്ങുമ്പോൾ ക്രെഡിറ്റേഴ്സ് ഡിസ്കൗണ്ടിന്, ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ട്, അങ്ങനെ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട്. ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റും. അതുകൂടാതെ നിങ്ങൾ ഇപ്പോഴും പഠിക്കണം എന്നില്ല, ഫൈനൽ ഇയർ ആകുമ്പോൾ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ അറിയാതെ കൊണ്ട് തന്നെ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് പറയാൻ പറ്റൂല. ടോട്ടൽ കോസ്റ്റിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാല് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് അറ്റ് ഓൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഇഫ് ദി പ്രൊഡക്ഷൻ is 0, no change to fixed cost. If the production is 1000 unit, fixed cost remain constant. If the production is 1 lakh unit, no change in fixed cost. ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ ട്രൈ ചെയ്യൂ. ഫിക്സഡ് കോസ്റ്റിന് ഒരു എക്സാമ്പിൾ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാല് പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും, പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും, റെന്റ്. യെസ്, വെരി ഗുഡ്. റെന്റ്, ഇലക്ട്രിസിറ്റി. ഓക്കെ, വെരി ഗുഡ്. അതായത് ഇപ്പൊ റെന്റ് പറഞ്ഞു. എങ്ങനെയാ റെന്റ് ഫിക്സഡ് കോസ്റ്റ് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ബിസിനസ് റൺ ചെയ്യുന്നതിന്റെ റെന്റൽ ബിൽഡിംഗ്, ഒരു ഫാക്ടറി റൺ ചെയ്യുന്നത് റെന്റൽ ബിൽഡിംഗ് അല്ലെ, വാടകയ്ക്ക് എടുത്ത ഒരു ബിൽഡിംഗിലാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പൊ മന്ത്ലി റെന്റ് വരുന്ന 20,000 മന്ത്ലി റെന്റ് വരുന്ന 20,000 ആണ് എസ്യൂം ചെയ്യുക. ആ ബിസിനസ്സിലെ 0 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1 lakh യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും വാട്ട്സ് ദി എമൗണ്ട് ഓഫ് റെന്റ്? എത്രയാ റെന്റിന്റെ എമൗണ്ട് വരിക? ഫിക്സഡ്. ഈ പറയുന്ന 20,000, 0 ആയാലും 20,000 രൂപ റെന്റ് കൊടുക്കണം, 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 20,000 കൊടുക്കണം, 1 lakh യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 20,000 കൊടുക്കണം. അപ്പൊ ഈ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞു വരും. ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടോട്ടൽ കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനില്. അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയാ. നമ്മൾ പറഞ്ഞു വന്നത് this type of sole traded type of organization cannot avail the advantages of economies of scale, advantages of large scale production എന്നാണ് പറഞ്ഞത്. ഡ്രോബാക്ക് ആണ് പറഞ്ഞത്. ഓക്കെ, കിട്ടുന്നു എന്നല്ല, ആ ഒരു അഡ്വാൻറ്റേജസ് കിട്ടുന്നില്ല എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, these are the advantages and disadvantages of sole traded type of organization. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. Yes, ma'am. Yes. The next second type of organization that is very familiar to us, that is partnership form of organization. Partnership. എന്താണ് partnership? എന്താണ് partnership? നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ partnership എന്ന് പറഞ്ഞാല്? Yes, there must be at least 2 person. Yes, at least 2 person. Then what is the maximum? 2 or more persons agree to share the profits and loss of the business carried on by all or any of them acting for all. Yes, that is the definition of for partnership firm. Then what is the maximum number of person as in the case of partnership firm? What is the maximum number? 50. എത്രയാണ് മോളെ? 50 as per Companies Act. Yes, 50 as per Companies Act 2013. നമുക്കറിയാം Companies Act ൽ വന്ന amendment 2013. As per the new Companies Act 2013, the maximum number of people that can appear in partnership type of organization is limited to up to 50. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽ റിവൈസ്ഡ് ആണ് കേട്ടോ. മുന്നേ ഒക്കെ ഉള്ള മെറ്റീരിയൽ 20 എന്നാണ് ഉണ്ടാവുക. ഇപ്പൊ അത് 50 ആണെന്ന് ഓർമ്മിക്കും. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷന്റെ മിനിമം നമ്പർ 2, മാക്സിമം നമ്പർ അപ് ടു 50. ഓക്കെ, ക്ലിയർ അല്ലേ? That there is an agreement between partners. What is known as that agreement? As in the case of partnership form of organization, the agreement is known as partnership deed. Partnership deed. Partnership deed is the basis of partnership form of organization.
ഇറ്റ് കണ്ടെയ്ൻ certain type of കണ്ടീഷൻ ഒക്കെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താന്നുള്ളത് പറഞ്ഞു. ഇവിടെ പാർട്ട്ണർഷിപ്പിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പഠിച്ചു വെക്കും. ഒരു ഡെഫിനിഷൻ ചോദിക്കാറുണ്ട് സാധാരണ. പാർട്ട്ണർഷിപ്പ് ഈസ് എൻ അസോസിയേഷൻ മീൻസ് റിലേഷൻഷിപ്പ്, അസോസിയേഷൻ ഓഫ് 2 or more person who have joined together to share the profit of business carried on by all or any of them acting for all. Try to study this definition by heart. നിങ്ങളോട് ചോദിക്കും. അപ്പൊ ഡിഫൈൻ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ you have to write the definition without any correction. തെറ്റാണ് എഴുതണം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എഴുതണം. മീനിങ് നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതാം, പക്ഷെ ഡെഫിനിഷൻ നിങ്ങൾ നല്ല ബൈ ഹാർട്ട് പഠിച്ചിട്ട് തന്നെ എഴുതണം. അപ്പൊ ഇതാണ് ഡെഫിനിഷൻ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ഈസ് an association of 2 or more person who have joined together to share the profit of business carried on by all or any of them acting for all. അപ്പൊ പാർട്ട്ണർഷിപ്പിലുള്ള മെമ്പേഴ്സ് പറഞ്ഞു 2 ആണ് മിനിമം, മാക്സിമം 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then the person who own the partnership firm is known as partners. നമ്മള് സോൾ ട്രേഡർഷിപ്പിന്റെ കേസിൽ സോൾ ട്രേഡർ അല്ലെ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞ ഓണറാ. പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ പറയുന്ന പേരാണ് partners. The person who own the partnership form of organizations are known as partners. Okay, partners. Then that business carried on by partners are known as partnership firm. മനസ്സിലാവുന്നില്ലേ? പാർട്ട്നേഴ്സ് ആണ് ഓണർ. അവരെ കണ്ടക്ട് ചെയ്യുന്ന ബിസിനസിന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഫേം. ഓക്കെ, ഇതെല്ലാം 1 മാർക്കിന് ചോദിക്കുന്നതാണ്. വാട്ട് ഡു യു മീൻ ബൈ ഫേം അല്ലെ വാട്ട് ഡു യു മീൻ ബൈ ഫേം എന്ന് പറഞ്ഞ ബോത്ത് ആർ സെയിം. ഫേം ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം ബോത്ത് ആർ സെയിം. ക്ലിയർ അല്ലേ? ഓണേഴ്സ് ആണ് പാർട്ട്നേഴ്സ്. അവരെ കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് ഈസ് നോൺ ആസ് പാർട്ട്ണർഷിപ്പ് ഫേം ഓർ സിംപ്ലി വി ക്യാൻ സേ ഫേം. ഫേം എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? Is it clear? Yes, ma'am. Yes. Then see what are the main features or characteristics of partnership type of organization. Some of features are we know what are the important features. First one, plurality of person. Plurality of person means at least 2 persons are there. അതാണ് പ്ലൂറൽ എന്ന് പറഞ്ഞാൽ 2 person. നമ്മൾ പറഞ്ഞില്ലേ കുറഞ്ഞ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് 2 ആള് വേണം. ഒന്നിലേക്ക് പോയാൽ അത് സോൾ ട്രേഡർഷിപ്പിൽ വരും. 2 പേര് തുടങ്ങിയാൽ കുഴപ്പമില്ല. 2 അതിൽ കൂടുതലോ 2 or more than 2 ആണ് വരുന്നത്. അപ്പൊ പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാല് ടു ഫോം എ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ there must be at least 2 person. Okay, maximum there must be 50. We can see maximum up to 50, but at least 2 persons are required. That is compulsory. 2 പേരെങ്കിലും കുറഞ്ഞത് വേണം. അതുകൊണ്ടാണ് പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഓരോരോ പോയിന്റ് ആയിട്ട് പറഞ്ഞുതരാം. Then contractual relationship. As in the case of partnership form of organization between partners, we can see some contractual relationship. That contract is known as partnership deed. ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ. അതായത് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എത്രയാണ്, ഓരോരോ പാർട്ട്നേഴ്സും കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ എത്രയാണ്, അതൊക്കെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എടുക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ആർ ദി കണ്ടന്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു നോക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ബിസിനസ് ആലോചിച്ച് നോക്കുക. അവിടെ വേണ്ടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാ. ആ കോൺട്രാക്റ്റിൽ ആ കാര്യങ്ങളാണ് ഉണ്ടാവുക. അത് നമ്മളെ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ സി എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. എഗ്രിമെന്റ് കാണാൻ വേണ്ടി പറ്റും. എല്ലാം എഗ്രിമെന്റിന്റെ ബേസിലാണ്. പാർട്ട്നേഴ്സ് ആക്ട് ഓൺ ദ ബേസ് ഓഫ് ദിസ് എഗ്രിമെന്റ്. Okay, that's why as in the case of partnership deed we can say there are contractual relationship between these partners. Partners തമ്മിൽ contractual relationship ഉണ്ടെന്ന് പറയുന്നു. Then profit sharing. In the partnership deed, it is clearly expressed the profit sharing ratio of each partner between partners. ഇപ്പൊ 2 ആളാ ഉള്ളതെങ്കിൽ 1:1 അല്ലെ 2:1 പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ട റേഷ്യോ എന്താന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് പാർട്ട്നേഴ്സിന്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യേണ്ട റേഷ്യോ പറയുന്നുണ്ട്.
ഇപ്പൊ 1:1 ആണെങ്കിൽ ഈക്വലി ഷെയർഡ്. എയും ബി ആണെങ്കിൽ 1 lakh rupees പ്രോഫിറ്റ് കിട്ടിയാൽ എന്റെ പ്രോഫിറ്റ് 50,000 ആയിരിക്കും, ബിന്റെത് 50,000 ആയിരിക്കും. ഇപ്പൊ 2:1 ആണെങ്കിൽ അത് പ്രോഫിറ്റ് റേഷ്യോയിൽ മാറ്റം വരും. അപ്പൊ എന്താണ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ. പക്ഷെ സോൾ ട്രേഡർഷിപ്പിൽ അങ്ങനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്നും ഇല്ല. കാരണം പ്രോഫിറ്റ് നീഡ് നോട്ട് ബി ഷെയർഡ് അല്ലെ, വേറെ ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ റേഷ്യോ കാണാൻ വേണ്ടി പറ്റൂല. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ്. നമ്മൾ പഠിക്കുന്നത് ബിസിനസിന്റെ ഫോം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ പഠിക്കുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ആയാലും വെദർ ദി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഈ സോൾ ട്രേഡർ ഓർ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഓർ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ, എവറി ടൈപ്പ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ കണ്ടക്ടിങ് ബിസിനസ്. എല്ലാം തുടങ്ങുന്നത് എന്തിനാ? പാർട്ട്ണർഷിപ്പ് എന്തിനാ സാധാരണ തുടങ്ങുന്നത്? എന്താ അതിന്റെ ലക്ഷ്യം, എയിം എന്താ? പറയൂ, എന്താണ് പാർട്ട്ണർഷിപ്പ് തുടങ്ങാനുള്ള റീസൺ? അല്ലെ പാർട്ട്ണർഷിപ്പ് എന്തിനാ തുടങ്ങുന്നത്? ഇപ്പൊ 3 ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ട്? അത് എന്തിനായിരിക്കും? പറയൂ, മെയിൻ റീസൺ എന്താ? പ്രോഫിറ്റിനല്ലേ അല്ലേ? ബിസിനസ് നടത്താൻ വേണ്ടിട്ട് തുടങ്ങുന്നത്. നമ്മൾ ബികോമില് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനിലെ പഠിക്കുന്നത്. ബിസിനസ് നടത്തുന്നതിനുള്ള പല പല ഓർഗനൈസേഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ മെയിൻ ആയിട്ടും എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് കാണാൻ വേണ്ടി പറ്റും. ബൈയിങ്, സെല്ലിങ്, അതൊക്കെയാണ് ബിസിനസ്സിൽ വരുന്നത്. അപ്പൊ ബിസിനസ് എന്ന് പറയുന്ന എലമെന്റ് അവിടെ വരുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് പാർട്ട്ണർഷിപ്പിന് പല രീതിയിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. പാർട്ട്ണർഷിപ്പില് ഇപ്പം പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് എന്താണ്, എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ആക്റ്റീവ് പാർട്ട്ണർ, ആക്റ്റീവ് പാർട്ട്നേഴ്സ് ഉണ്ട്. Secret partner. യെസ്. Partner. Sleeping partner. Nominal partner. നോമിനൽ പാർട്ട്നേഴ്സ് നമ്മൾ തന്നെ പഠിക്കും. ഡോർമെന്റ് പാർട്ട്ണർ, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. ഓക്കെ. ഇപ്പൊ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പൊ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ചിലപ്പോൾ നോമിനൽ പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടാവും. നോമിനൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാല് അവര് പേരിന് വേണ്ടി മാത്രം, ഇപ്പൊ അവര് ക്യാപിറ്റൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യൂല. പക്ഷെ ഒരു പേര് അല്ലെ, പബ്ലിക്കിന്റെ ഇടയിൽ ഹീസ് ഓൾസോ വൺ ഓഫ് ദി പാർട്ട്ണർ, ആ ഒരു ഫേമിന്റെ പാർട്ട്ണർ ആണ് ഇയാളെന്ന് അങ്ങനെ ഒരു ഫെയിമിന് വേണ്ടി മാത്രം അയാൾ പേര് പാർട്ട്ണർഷിപ്പിൽ വെക്കുന്നു. അല്ലാതെ പ്രോഫിറ്റ് ഒന്നും അയാൾക്ക് വേണ്ട. അയാൾക്ക് ആ ഒരു പ്രശസ്തി, ഈ ഫേമിന്റെ പാർട്ട്ണർ ആണെന്നുള്ള ഒരു പ്രശസ്തി കിട്ടാൻ വേണ്ടി മാത്രം പേര് വെക്കുന്ന ആളാ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് പാർട്ട്ണർഷിപ്പിൽ. അപ്പൊ പാർട്ട്ണർഷിപ്പിൽ വരുന്ന പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് പ്രിൻസിപ്പളും ആണ് ഏജന്റും ആണ്. അതായത് എല്ലാരും പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ എല്ലാരും ആ ഒരു ഫേമിന്റെ ഓണർ ആണ് അല്ലെ. ഇപ്പൊ പിന്നെ ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏജന്റ് എങ്ങനെയാവുന്നത്? ഇപ്പൊ ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണർ ഇല്ലെങ്കിൽ ഒരു ഏജന്റ്. പറഞ്ഞു വന്നത് പാർട്ട്നേഴ്സ് തമ്മില് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പും ഉണ്ട്, ഏജന്റ് എന്നുള്ള റിലേഷൻഷിപ്പും വരുന്നുണ്ട്. ഇപ്പൊ ഒരാളെ ഇപ്പൊ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് പാർട്ട്ണർ അപ്പോയിന്റ് ചെയ്താല് അയാള് പ്രിൻസിപ്പളുമാണ്, അറ്റ് സെയിം ടൈം ഹി ആക്ട് ആസ് എൻ ഏജന്റ്. അയാളാണ് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ആ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഏജന്റ് എന്നുള്ള രീതിയിലും പാർട്ട്നേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 5th പോയിന്റ് നിങ്ങൾക്ക് കൺസീവ് ചെയ്തോ? എന്താ പറഞ്ഞെന്നുള്ളത്? പ്രിൻസിപ്പളുമാണ് ഏജന്റ്, പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്നുള്ളത് ക്ലിയർ ആയിനോ പറഞ്ഞത്? ക്ലിയർ ആണോ പറഞ്ഞത്? അതായത് അറ്റ് ദി സെയിം ടൈം പാർട്ട്നേഴ്സ് ആക്ട് ആസ് ബോത്ത് ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ. എല്ലാ പാർട്ട്നേഴ്സും പ്രിൻസിപ്പൽ തന്നെയാണ്, ആ ഫേമിന്റെ ഓണർ തന്നെയാണ്. ഇപ്പൊ 3 പാർട്ട്നേഴ്സ് ഉണ്ടാക്കും, 3 ആ ഫേമിന്റെ ഓണർ തന്നെയാണ്. ഇപ്പൊ അതിൽ 2 പാർട്ട്നേഴ്സ് സ്ലീപ്പിംഗ് പാർട്ട്ണറും ഒരാള് വർക്കിംഗ് പാർട്ട്ണറും ആണെങ്കിൽ വർക്കിംഗ് പാർട്ട്ണറെ വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നതാ. സാധാരണ വർക്കിംഗ് പാർട്ട്നേഴ്സിന് ഒരു റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ടായിരിക്കും അതർ പാർട്ട്നേഴ്സ് അവരെ കൂട്ടത്തിൽ തന്നെ. ഇപ്പൊ എ റെഡിയാണ്, ബിസിനസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാ. അപ്പൊ എനെ വർക്കിംഗ് പാർട്ട്ണറായിട്ട് അപ്പോയിന്റ് ചെയ്യും. അപ്പൊ ബാക്കി 2 ആൾക്കാരും പാർട്ട്ണർ ആണ്, പക്ഷെ ബിസിനസിന് വേണ്ടി വർക്ക് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ സാധാരണ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്ത് സാലറി കൊടുക്കണ്ടേ. അപ്പൊ അതേപോലെ തന്നെ സാധാരണ വർക്കിംഗ് പാർട്ട്നേഴ്സിന് ഒരു റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തുകൊണ്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ കേസില് if the A is a working partner, then he acts as an agent for other 2 partners. 2 ആൾക്കാരും കൂടി അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ബാക്കി 2 പേരുടെ ഒരു ഏജന്റ് എന്നുള്ള രീതിയിലും പാർട്ട്ണർ ആക്ട് ചെയ്യുന്നുണ്ട്. That is known as there is principal agent relationship. Now I think it is clear now. Okay, clear അല്ലേ? Yes ma'am. Yes. Then
As in the case of sole trader type of organization, we already discussed about the liability, that is unlimited liability. The same liability we can see as in the case of partnership type of organization also. Partnership in the case of liability in the another, and the liability thaniyana unlimited liability thaniyana. Appo unlimited liability inde meaning മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? Unlimited liability നെ വീണ്ടും explanation ആവശ്യമില്ലല്ലോ അല്ലേ? Yes. Yes. Unlimited liability എന്ന് പറഞ്ഞാല് പാർട്ട്ണർഷിപ്പ് ഫേമിന് ലയബിലിറ്റി വന്നാല് ബിസിനസ്സിൽ ആ ലയബിലിറ്റി നിൽക്കുന്നില്ലെങ്കിൽ അല്ലെ, ബിസിനസിന്റെ അസറ്റ് കൊണ്ട് ആ ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഈവൻ പേഴ്സണൽ പ്രോപ്പർട്ടീസ്, ആ 3 പാർട്ട്നേഴ്സ് ഉള്ളതെങ്കിൽ 3 പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടി ചിലപ്പോൾ അവരെ വീടും കാറും ഒക്കെ വിറ്റിട്ടായാലും ഈ ഫേമിന്റെ ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് നോൺ ആസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. Then good faith and honesty. That is one of the important feature of every type of business organization. ഇത് പാർട്ട്ണർഷിപ്പിൽ മാത്രമല്ല എല്ലാ ബിസിനസ്സിലും വേണ്ടുന്നതാണ് ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹോണസ്റ്റി. ഇപ്പം പാർട്ട്ണർഷിപ്പിലെ 2-3 ആൾക്കാർ പാർട്ട്നേഴ്സ് ആയിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇൻ ബിറ്റ്വീൻ ദാറ്റ് പാർട്ട്നേഴ്സ് there must be good faith and honesty between each other. അല്ലെ, ഇപ്പൊ ഒരാൾ ഇപ്പൊ 3 ആൾക്കാർ എയും ബിയും സിയും, സിന്റെ മുകളില് ഫെയ്ത്ത് ഇല്ലെങ്കിൽ, സി എപ്പോഴും സംശയം, എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നില്ല. അപ്പൊ പാർട്ട്നേഴ്സ് തമ്മിൽ എന്ത് വേണം? ഹോണസ്റ്റിയും അതേപോലെ തന്നെ ഗുഡ് ഫെയ്ത്തും വേണം. അങ്ങനെ എത്രയോ പാർട്ട്ണർഷിപ്പ് ഫേം വൈൻഡിങ് അപ്പിലേക്ക് പോയിട്ടുണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഫെയ്ത്ത് ഇല്ലാതെ. നമുക്ക് പരിചയമുള്ള തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. പാർട്ട്നേഴ്സ് എന്താ പറയാ, ചീറ്റ് ചെയ്തിട്ട് ബിസിനസ് തകർന്ന് എല്ലാം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയ എത്രയോ ആൾക്കാരെ നമുക്ക് പരിചയത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ പാർട്ട്ണർഷിപ്പിന്റെ വേണ്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് എന്ത്, ഒരു അഡ്വാൻറ്റേജ് അല്ലെ ഫീച്ചർ എന്ന് പറയാം, ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹോണസ്റ്റി. Then restriction on transfer of shares. ഇപ്പൊ എയും ബിയും സിയും 3 പാർട്ട്നേഴ്സ്. ഇപ്പൊ എന്റെ ഷെയർ വേറെ ആള് പേരിലേക്ക് മാറ്റണം, എന്റെ മകന്റെ പേരിലേക്ക് മാറ്റണം. പക്ഷെ അതൊന്നും പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ പോസിബിൾ അല്ല. ഡെത്തോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഒക്കെ വരുമ്പോൾ പുതിയ പാർട്ട്നേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നല്ലാതെ ഒരു ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ ആസ് ഇൻ ദി കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർ. ഇപ്പൊ ഞാനൊരു പാർട്ട്ണറാണ്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ഓണറാണ്, പാർട്ട്ണറാണ്. അപ്പൊ എനിക്ക് എന്റെ പേരിലുള്ള ഷെയർ എന്റെ ഫ്രണ്ടിന്റെ പേരിലേക്ക് മാറ്റി കൊടുക്കണം എന്ന് വെച്ചാല് അത് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ that is not possible. These are the important for നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ around 8 points are there. These are the important features of partnership type of organization. Okay, any doubt? Miss, അപ്പൊ ഇത് ഇത്രയും പോയിന്റ്സ് എക്സാമിന് ചോദിക്കോ അതോ ഇന്ന് കുറച്ച് അങ്ങനെയാണോ? അല്ല, നിങ്ങൾക്ക് ചോദിക്കുന്നതുണ്ടല്ലോ, ചിലപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അതായത് ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കും വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ചോദിച്ചാല് യു ഹാവ് ടു റൈറ്റ് ദീസ് 8 പോയിന്റ്സ്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തന്ന പോയിന്റ് ഫുൾ ആയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, study only main points. You have to write the explanation in your own words. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ explanation ഒന്നും by heart പഠിക്കണം, you not to by heart, but you should by heart the important main points. Main points by heart ചെയ്യുക, ബാക്കി നിങ്ങളെ ഓൺ വേർഡ്സിൽ എഴുതാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ചോദിക്കുന്നത് വേറൊരു രീതിയിൽ ചോദിക്കുന്നതാണ്, ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹോണസ്റ്റി ആർ കമ്പൽസറി ആസ് ഇൻ ദി കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. വാട്ട് ഈസ് യുവർ കമന്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. മനസ്സിലായോ? ഗുഡ് ഫെയ്ത്ത് ആൻഡ് പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റ്, ഒറ്റൊരു പോയിന്റ് മാത്രം തന്നിട്ട് അത് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് സിംഗിൾ പോയിന്റ്. അപ്പൊ നമ്മള് എല്ലാ പോയിന്റും എഴുതാ, എന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഇതിലിപ്പോ നിങ്ങൾ മെറ്റീരിയൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങള് സ്റ്റഡി മെറ്റീരിയൽ ആ പാർട്ട്ണർഷിപ്പ് ആയിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ് എല്ലാം വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റിന് ആൻസർ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പോയിന്റ് തന്നിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനും ചോദിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് പോയിന്റ് ആ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് എന്താന്നുള്ളതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡൗട്ട് മാറിയില്ല? നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ സാധ്യതയുണ്ടോ? മോനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പിന്നെ ഇഗ്നോന്റെ സൈറ്റിലില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റൂലേ? നോക്കിട്ട് കാണുന്നില്ല. എന്താണ് എന്താ
ഞങ്ങള് CBSES സിലബസ് അല്ലേ, അപ്പൊ അതില് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഞങ്ങളെ ഇത് നിങ്ങളെ സബ്ജക്റ്റിന്റെ സിലബസ് ഇപ്രാവശ്യം പുതിയത് വന്നതാണ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? പുതിയ സിലബസ് വന്നതാണെന്നല്ലേ പറഞ്ഞത് അല്ലേ? അപ്പൊ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എനിക്ക് തോന്നുന്നു ഇതേ സബ്ജക്ട് ഉണ്ട്. പക്ഷെ കുറച്ച് നിങ്ങൾ പഴയ കുട്ടികൾക്ക്, അതായത് ബികോം നിങ്ങളെ സീനിയേഴ്സിനും സെയിം സബ്ജക്ട് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സിലബസിൽ കുറച്ച് എന്താ പറയാ റിവൈസ് ചെയ്തേ ഉള്ളൂ. അപ്പൊ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങള് സീനിയേഴ്സ് ഇതേ ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ അതില് പുതിയ നിങ്ങളാകുമ്പോൾ നിങ്ങളെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. അത് കമ്പനീസ് ആക്ട് 2013 വെച്ചിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ചേഞ്ച് വന്നേ ഉള്ളൂ. അപ്പൊ ആ സിലബസ്, ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പിന്നെ യൂസബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇഗ്നോന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാണെങ്കിൽ ഞാൻ അത് പിന്നെ അയച്ചു തരാം. നിങ്ങൾ ഇഗ്നോന്റെ ഗ്രൂപ്പിലില്ലേ, വാട്സപ്പ് ഗ്രൂപ്പിലില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ പറ്റുമെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്തു തരാം. ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ഗ്രൂപ്പ് ആണോ മിസ്? അത് നമുക്ക് ഒരുമിച്ചുള്ള ഇതിലായിരിക്കും? ഞാൻ നോക്കട്ടെ, ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടോ നോക്കട്ടെ. എന്റെ നമ്പർ തന്നാ പോരെ അല്ലെ? എന്റെ നമ്പർ മതി മതി. ഓക്കെ, നിങ്ങൾക്ക് പക്ഷെ ഒരാൾക്ക് അയച്ചു തന്നാൽ നിങ്ങൾ ഫോർവേഡ് ചെയ്യോ? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിനകത്ത് പോരെ? മതി, ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ആ ഗ്രൂപ്പിൽ ഞാനില്ല, എന്റെ കോളേജിലുള്ള കോർഡിനേറ്റർ ഉണ്ടാവും. എന്താണ്? ഓക്കെ, നമുക്ക് നോക്കാം. അതിലേക്ക് ഫോർവേഡ് ചെയ്തു തരാം. ഓക്കെ, നമുക്ക് ഏതായാലും നമുക്ക് തുടങ്ങാം. ഇത്ര വരെ ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? Yes. Then classification of partners. We can see what are the various classification of partners. ഈ മൊഡ്യൂളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് വളരെ എളുപ്പമുള്ള മൊഡ്യൂളുമാണ്. എന്താ പറയുക, ഒത്തിരി പോയിന്റ് വരുന്ന മൊഡ്യൂളാണ്. നമ്മളെ ബിസിനസ് ബികോം കുട്ടികളെന്ന രീതിയിൽ നമ്മളെ ബിസിനസിന്റെ ഫോംസ് ഒക്കെ ടൈപ്സ് ഒക്കെ ഫെമിലിയർ ആക്കുന്ന ഒരു മൊഡ്യൂളാണ് ഇത്. അപ്പൊ അടുത്തത് പാർട്ട്നേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. പാർട്ട്നേഴ്സ് ആരാന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. പാർട്ട്നേഴ്സ് ആർ ദി ഓണേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. പാർട്ട്ണർഷിപ്പിന്റെ ഓണേഴ്സ് ആണ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ പാർട്ട്നേഴ്സിന്റെ പല ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ട്ണർ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രാഫ് അല്ലെ, ഒരു ഗ്രാഫ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഗ്രാഫില് പാർട്ട്നേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പാർട്ട്നേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആ ഗ്രാഫിൽ ഉള്ളത്? എന്തൊക്കെ ക്ലാസിഫിക്കേഷനാ വരുന്നത്? നോക്കൂ, പാർട്ട്നേഴ്സിന് ക്ലാസിഫൈ ചെയ്യുന്നു. Partners are mainly classified on basis of participation, on the basis of sharing of profit, on the basis of liability, on the basis of behavior. These are the main classification of partners. Based on extent of participation. Participation in business activity. Participation in business. Then there are mainly two classification: active partner and sleeping partners. Active partner, sleeping partner. Okay, then based on sharing of profit, നമുക്ക് ഇത് നോക്കാം.